ഹായ് ഫ്രണ്ട്സ്, ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാത്ത നല്ല അടിപൊളി വാനില സ്പഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു 4 മുട്ടൻ്റെ എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ആക്കി വെക്കുക. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് എഗ് യോക്ക് കുറച്ച് കലർന്ന് വന്നിട്ടുണ്ടായിരുന്നു എഗ് വൈറ്റിലേക്ക്. പിന്നെ അതിന് ശേഷം ഞാൻ ഒരു നുള്ള് ഉപ്പും ഒരു അര ടീസ്പൂൺ വിനാഗിരിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബീറ്റായിട്ട് ഒരിക്കലും വരുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എഗ് യോക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സാധാ ചെയ്യുമ്പോൾ തന്നെ ബീറ്റാക്കി എടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എഗ് യോക്കിലേക്ക് ഞാൻ അര ടീസ്പൂൺ ബട്ടറിൻ്റെ എസൻസും അര ടീസ്പൂൺ മിൽക്കിൻ്റെ എസൻസും 1/4 ടീസ്പൂൺ പൈനാപ്പിളിൻ്റെ എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കപ്പ് മൈദയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും 1/2 ടീസ്പൂൺ വനില പൗഡറും കൂടെ ചേർത്ത് നല്ലോണം മിക്സാക്കിയത് ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് മിൽക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ.